ശബരിമലയ്ക്ക് പോകാൻ ആയി വ്രതമെടുത്ത് മാലയിടുന്ന സമയമാണിത്. വൃശ്ചിക മാസത്തിൽ കാർത്തികയും പൗർണമിയും ഒരുമിച്ച് വരുന്ന ദിവസമാണ് തൃക്കാർത്തിക എന്ന് പറയുന്നത്. സന്ധ്യയ്ക്ക് മൺചിരാതിൽ കാർത്തിക ദീപം തെളിയിക്കുക. ആദിപരാശക്തിയെ വണങ്ങി കാർത്തിക ആഘോഷിക്കുന്നു. കാർത്തിക വിളക്ക് തെളിയിക്കുന്നതോടെ സകല ദുരിതങ്ങളും മാറി ദേവി അനുഗ്രഹിക്കുന്നു എന്നാണ് നമ്മളുടെ വിശ്വാസം. ഈ ദിവസം നവരാത്രി പോലെ പ്രാധാന്യം അർഹിക്കുന്നു. അതിനാൽ ദുർഗ, മഹാലക്ഷ്മി, ഭദ്രകാളി ദേവി ക്ഷേത്രങ്ങളിൽ ഈ ദിവസം അതിപ്രധാനം തന്നെയാകുന്നു. പരമശിവൻ്റെ അനുഗ്രഹം വന്നു ചേരുന്നതിനും കാർത്തിക ദീപം തെളിയിക്കുന്നത് അത്യുത്തമമാകുന്നു. തുളസി ദേവിയുടെ ജനനം തൃക്കാർത്തിക ദിവസത്തിലാണെന്നാണ് വിശ്വാസം. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഭൂമിയിലുണ്ടാകുന്ന ദിവസം കൂടിയാണിത്. തൃക്കാർത്തികയ്ക്ക് വ്രതം നോക്കുന്നത് വളരെ നല്ലതാണ്. ലഘുഭക്ഷണം മാത്രം കഴിക്കുക. തലേ ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുക. കൂടാതെ ലളിതാ സഹസ്രനാമം ഏറ്റവും ഗുണകരമാകുന്നു. ഡിസംബർ 12 രാവിലെ 8:20 ഭരണി നക്ഷത്രം തുടങ്ങുന്നു. ശേഷം ഡിസംബർ 13 രാവിലെ 6:50 നക്ഷത്രം അവസാനിക്കുകയും ചെയ്യുന്നു. ഇതിനാൽ കാർത്തിക ദീപം തെളിയിക്കുന്നവർ ഡിസംബർ 13 വെള്ളിയാഴ്ച വീടുകളിൽ തലേ ദിവസം, അതായത് ഡിസംബർ 12 വൈകുന്നേരം ഭരണി നാളിൽ 6 മണിക്ക് ശേഷം ഈ പറയും വിധം വിളക്കുകൾ തെളിയിക്കുക. ദിവസങ്ങൾ പ്രത്യേകം ഓർത്തുവയ്ക്കുക. സാക്ഷാൽ യമദേവൻ്റെ പ്രിയപ്പെട്ട നക്ഷത്രമാണ് ഭരണി. അതിനാൽ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താനാണ് ഈ ദിവസം വിളക്ക് വയ്ക്കുന്നത്. പിറ്റേ ദിവസം കാർത്തിക വിളക്ക് വയ്ക്കുന്നു. കാർത്തിക വിളക്കിൻ്റെ പൂർണ്ണ ഫലം കിട്ടണമെങ്കിൽ ഭരണി വിളക്ക് കൂടി വയ്ക്കുക. ഇതിന് വളരെ പ്രാധാന്യം കൊടുക്കുക. എല്ലാവരും പലതരത്തിലുള്ള പാപങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ഇതെല്ലാം നമ്മൾ അറിയാതെ നമ്മുടെ ഫലങ്ങളിൽ വന്നു ചേരുന്നു. ജന്മാന്തരമായ ദോഷങ്ങൾ മാറാനും പിതൃപ്രീതി ലഭിക്കുന്നതിനും ഈ വിളക്കുകൾ കൊളുത്തുന്നത് വളരെ നല്ലതാണ്. ഈ രീതിയിൽ വിളക്കുകൾ വയ്ക്കൂ. 6 മണിക്ക് ശേഷം പ്രധാന വാതിലിൻ്റെ 2 സൈഡിലുമായി മൺചിരാതിൽ കത്തിച്ചു വയ്ക്കുക. ശേഷം പൂജാമുറിയിൽ നെയ്യൊഴിച്ച് വടക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും വടക്ക് കിഴക്ക് ദിശയിലും പുറത്തേക്ക് ദീപം വരുന്ന രീതിയിൽ വയ്ക്കുക. 15 മിനിറ്റോളം തെളിയിച്ചു വയ്ക്കുക. നിലവിളക്ക് കത്തിക്കുന്നതും അത്യുത്തമം. നിലത്ത് വെറുതെ വയ്ക്കാതെ ഒരു പാത്രത്തിനകത്ത് എടുത്തൊരു തളിക പോലെ ഒരു പാത്രത്തിൽ വയ്ക്കുന്നത് വളരെ അത്യുത്തമം. ഇന്നേ ദിവസം കരിന്തിരി കത്താതെ പ്രത്യേകം ശ്രദ്ധിക്കുക. മുഷിഞ്ഞ തുണികൾ വീടുകളിൽ കിടക്കരുത്. എല്ലാം വൃത്തിയായി തന്നെ സൂക്ഷിക്കുക. കുളിക്കാതെ ഇരിക്കരുത്. സാധിക്കുമെങ്കിൽ രാവിലെയും വൈകുന്നേരവും കുളിക്കുന്നത് അത്യുത്തമം. പകൽ ഉറങ്ങരുത്. കുഞ്ഞുങ്ങൾക്കും സുഖമില്ലാത്തവർക്കും പ്രായമായവർക്കും ഉറങ്ങുന്നതിൽ തെറ്റില്ല. ഇതെല്ലാം ശ്രദ്ധിച്ച് വിളക്ക് വയ്ക്കാൻ ശ്രമിക്കുക. ജീവിതം വളരെ ഉയർന്ന രീതിയിൽ എത്തിച്ചേരുന്നതായിരിക്കും.